ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ എല്ലോറ കേവ്സിലാണ്. എല്ലോറ കേവ്സിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടെമ്പിളാണ് കൈലാസനാഥൻ ക്ഷേത്രം. ദൈവങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ക്ഷേത്രം ഭൂമിയിൽ പണിയണം എന്ന വാശിയിൽ രാഷ്ട്രകൂട കിങ് കൃഷ്ണ ഒന്നാമൻ പണിതതാണ് ഈ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ മോണോലിത്തിക് സ്ട്രക്ചർ. ഏലിയൻസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് ഇന്നും പലരും വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസം തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. വലിയൊരു ബസാൾട്ട് ശില മുകളിൽ നിന്നും താഴേക്ക് തുരന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഒറ്റക്കല്ലിൽ പണിത ക്ഷേത്രം. പക്ഷേ ഇതിൻ്റെ ബാക്കി വന്ന 2,00,000 ടണ്ണോളം വരുന്ന പാറക്കൂട്ടം എവിടെയാണ് കളഞ്ഞതെന്ന് ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന അന്നത്തെ സാങ്കേതിക വിദ്യ ഏതാണെന്ന് ഇന്നും അജ്ഞാതമാണ്. മുഗൾ രാജാവായ ഔറംഗസേബ് ഈ ക്ഷേത്രം പലതവണ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും തകർക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങളും രാജാക്കന്മാരുടെ ആക്രമണങ്ങളും ചിലപ്പോൾ അതിന് കാരണമാകാം. നമ്മുടെ 20 രൂപ കറൻസിയിൽ കാണുന്ന സ്തംഭത്തിന്റെ ചിത്രം ഈയൊരു ക്ഷേത്രത്തിലേതാണ്. താജ്മഹലിനേക്കാളും എനിക്ക് അത്ഭുതമായി തോന്നിയത് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രം കൂടാതെ 34 കേവ്സുകളിലായി പരന്നു കിടക്കുന്ന ബുദ്ധ ജൈന ടെമ്പിൾസുകളും മൊണസ്ട്രീസും എല്ലോറ കേവ്സിലുണ്ട്. കേരളത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്ഷേത്രം കാണാൻ ആദ്യം നമ്മൾ ട്രെയിനിൽ പൂനെയിൽ വരണം. പൂനെയിൽ നിന്നും ഔറംഗാബാദിലേക്ക് ട്രെയിൻ ലഭിക്കും. ഔറംഗാബാദിൽ നിന്നും എല്ലോറ കേവ്സിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ്. ഇവിടെ നമുക്ക് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം സമയമെടുക്കും. അതുകൊണ്ട് പരമാവധി രാവിലെ ഇവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. വേനൽക്കാലത്തൊക്കെ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് പരമാവധി രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.